വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്ന ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് കുറച്ച് നാൾ ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നതാണ്. അതിനുശേഷം ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ചെറിയ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. റിയാക്ഷൻ കാണിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഒരു സ്വിങ് ഹൈ ആണ്. ആ ഒരു ഹൈനെ എടുത്തിട്ടാണ് റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. എനിവേ, നമ്മളിനി മാർക്ക് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനു വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് ആദ്യം പോകുന്നത്. 1 അവറിലേക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്ക് ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് താഴോട്ടേക്ക് ഇറക്കി ഈ ഒരു ലൈനിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 അവറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ഒരു FEG എന്നുള്ളത്. ഈ ഒരു FEG ഓൾറെഡി എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. ഒരു മോശമില്ലാത്തൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ എങ്ങനെയാണ് 1 അവറിൽ എന്നുള്ളത് നോക്കാം. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നതാണ്. അതിനേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് റെസിസ്റ്റൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം, ഈ ഒരു സ്വിങ് ഹൈ എടുത്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവലിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല രീതിയിലുള്ള ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ നിൽക്കും. എന്നിട്ടൊന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും. താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും അടുത്ത മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയ വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ഒരു മൂവ്മെന്റ് കിട്ടാം. അങ്ങനെ വീണ്ടും ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോണിന്റെ മുകളിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് അടുത്തൊരു ബൈയിലേക്ക് പോവാം. ഇനി അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരും. താഴോട്ടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു FEG എടുത്തിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബൈ എൻട്രി നമുക്ക് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈ വരെയൊക്കെ, അതായത് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് സ്വിങ് ഹൈ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും അടുത്ത ബ്രേക്ക് സംഭവിക്കുക. അതുപോലെ തന്നെ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ലെവലിൽ നിന്നും നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടി ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാം. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങും തോറൊക്കെ ബൈക്കാണ് പുഷ് വരുന്നത്, കൂടുതൽ വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഇത് ഇപ്പൊ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയ ഒരു ചെറിയൊരു ഒരു മൈനർ ഒരു സപ്പോർട്ട് ഏരിയയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഇതിന്റെ മുകളിലോട്ട് പോയി ബ്രേക്ക് ഔട്ട്, അതായത് ഈ ലൈനിന്റെ മുകളിലോട്ട് പോയി ബ്രേക്ക് ഔട്ട് കിട്ടി പിന്നെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ടും ഒരു ബൈ എൻട്രി എടുക്കാം. അപ്പൊ നിരവധി എൻട്രികൾ ഇന്ന് BTCയിൽ കാണുന്നുണ്ട്. കാരണം BTCയിൽ ഒരുപക്ഷെ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.